ഹായ് ഫ്രണ്ട്സ്, റെഡി ടു ഫ്ലൈ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ പറവപ്രാവിൻ്റെ കണ്ണിലെ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് എന്നാൽ എന്ത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും പറവപ്രാവിൻ്റെ കണ്ണുകളെക്കുറിച്ച് അറിയാനാണ് കൗതുകവും ആവേശവും. കണ്ണുകളെക്കുറിച്ച് അതിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് രഹസ്യങ്ങൾ മുതിർന്ന ആൾക്കാർ അല്ലെങ്കിൽ മുൻ പറവ വെച്ചിരുന്ന ആൾക്കാർ ആർക്കും പറഞ്ഞു കൊടുക്കാത്ത രഹസ്യമായിട്ടുള്ള കുറേ കാര്യങ്ങൾ, അത് എപ്പോഴും ഒരു സീക്രട്ടാണ്. കണ്ണിൻ്റെ ഉള്ളിലെ ഒരുപാട് വിഷയങ്ങൾ എല്ലാവർക്കും ഒരു സീക്രട്ടാണ്. അറിയാവുന്നവരും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാറില്ല, കൊടുക്കുന്നവരും ഉണ്ടാവാം. എന്നാലും ഒരു 90% ആൾക്കാരും അറിയാവുന്നുള്ളത് മറ്റുള്ളവർക്ക് പറഞ്ഞ് കൊടുക്കാറില്ല കണ്ണിൻ്റെ കാര്യത്തിൽ. പിന്നെ എല്ലാവരും ഈ ഓരോരുത്തർ പഠിച്ചു വെച്ചിട്ടുള്ള ഓരോ ഈ പറവപ്രാവിനെ കുറിച്ച് പഠിച്ചു വെച്ചിട്ടുള്ളവരൊക്കെ അവരുടെ മനസ്സിലും ഒരു ചെറിയൊരു ഡൗട്ടുണ്ട്. അവർ അറിഞ്ഞിരിക്കുന്നത് അത് കറക്റ്റ് ആണോ, ഇനി ഒരാളിന് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ശരിയാവണമെന്നോ, ഇല്ല അത് ശരിയായിരിക്കുമോ, ഇങ്ങനെയൊക്കെ ഉള്ള ചില കാര്യങ്ങളുണ്ട്. അതിൽ മെയിനായിട്ടുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കറക്റ്റായിട്ട് പിന്നെ ഒരു ലൈൻ പ്രാവുകൾ, പറവ ലൈനിലുള്ള പ്രാവുകൾ, പക്ക പറവ ലൈനിലുള്ള ഒറിജിനൽ ബ്ലഡ് ലൈനേജ് പ്രാവുകൾ ഇപ്പോൾ ഏതൊരു ലോഫ്റ്റിലും കുഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിക്ക് അതിൻ്റെ കുഞ്ഞുങ്ങൾ പറക്കാറുണ്ട്. അപ്പം ഇതിൽ കുറേ പേര്, ഒരു വിഹിതം ആൾക്കാർ, കുറച്ച് ആൾക്കാർ വന്നിട്ട് ഈ പിന്നെ അങ്ങനെയുള്ള ഒരു സെറ്റപ്പിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചിലപ്പോൾ 10 വർഷമാവാം, ചിലപ്പോൾ അല്ലെങ്കിൽ 5 വർഷമാവാം ഈ പറവപ്രാവ് വെച്ച് തുടങ്ങിയിട്ട്. പക്ഷെ നല്ലൊരു ലൈൻ പ്രാവ് ഒരു ജോഡിയോ 2 ജോഡിയോ പ്രാവ് അവരുടെ കയ്യിൽ കിട്ടി. അപ്പോൾ അവർ അതിൻ്റെ കുട്ടിയെടുത്ത് മാറി ഈ 2 പേരുടെയും മാറ്റിയും തിരിച്ചും കുട്ടികളെ എടുത്ത് അതിൻ്റെ കുഞ്ഞുങ്ങളെ പറത്തി നല്ല റിസൾട്ട് തന്നെ അവർക്ക് കിട്ടുകയും ചെയ്യും. അത്യാവശ്യം പറക്കാനുള്ള കാര്യങ്ങളൊക്കെ അവർ പറപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് അവർ അതിനെ പറപ്പിച്ച് അതിൻ്റെ റിസൾട്ടുമായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ അവർ നോക്കുന്നത് അതിൽ നിന്ന് ഇറങ്ങുന്ന പ്രാവുകളെ തന്നെ, വേറെ പേരൊന്നും അവരുടെ അടുത്ത് ഉണ്ടാവില്ല. അപ്പോൾ ഇതിനെ തന്നെ അവർ വീണ്ടും മാറി അത് ആദ്യത്തെ 2 പേരിലുള്ളതിനെ മെയിൽ ഫീമെയിൽ മാറ്റിയൊക്കെ മിക്സ് ചെയ്ത് അതിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ എടുത്ത് പറത്തി അതിൽ നല്ല റിസൾട്ടും കിട്ടുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു കൂട്ടം പേരുണ്ട്. അപ്പോൾ അവർക്ക് കണ്ണിനെക്കുറിച്ച് കറക്റ്റായിട്ടുള്ള ഒരു ഐസൈനെ കുറിച്ച് കറക്റ്റായിട്ടുള്ള ഗ്രാഹ്യം ഉണ്ടാവണമെന്നില്ല. എന്താണ് ഐസൈന്, എങ്ങനെയുള്ള ഐസൈനുകൾ തമ്മിൽ മാച്ച് ചെയ്യിപ്പിച്ച പ്രാവ് പറവയിലോട്ട് വരും, എങ്ങനെയുള്ള ഐസൈനുകൾ ആയിട്ടാണ് ഇരുന്ന് കഴിഞ്ഞാൽ, എങ്ങനെയുള്ള ഐസൈൻ, അതായത് ഇപ്പോൾ നമ്മൾ ഇടുന്ന ഒരു മെയിലും ഒരു ഫീമെയിൽ എങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇതും ഇടുമ്പോൾ ഒരു ഉദാഹരണം, പറവ കുറയോ അല്ലെങ്കിൽ കൂടുതൽ കിട്ടുമോ, അല്ലെങ്കിൽ സെയിം പറവയിൽ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളതൊന്നും പിന്നെ ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്ക് അറിയില്ല. അത് അവർ ഈ പഴയ ഏതെങ്കിലും ഒരു നല്ലൊരു കൂട്ടിൽ നിന്നും കിട്ടിയ ഒരു പേര് വെച്ച് അവർ മുന്നോട്ട് കൊണ്ട് പോകുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇനി ഒരാളിൻ്റെ അടുത്ത് ഐസൈനെ കുറിച്ച് പറയാൻ ആയിട്ട് കറക്റ്റായിട്ടുള്ള ഒറിജിനൽ അതിൻ്റെ റിസൾട്ട് പറയാനായിട്ട് കഴിയൂല. അപ്പോൾ അതുകൊണ്ട് കുറേ പേര് അങ്ങനെ ആർക്കും പറഞ്ഞു കൊടുക്കാതിരിക്കാം. ചിലവർ ഇതൊരു കോമ്പറ്റീഷൻ സെറ്റപ്പാണല്ലോ ഈ പറവ ഫീൽഡ് എന്ന് പറയുമ്പോഴത്തേക്കും, എല്ലാം ഒരു കോമ്പറ്റീഷൻ ലെവലിൽ വരുന്നതുകൊണ്ട് അങ്ങനെയുള്ളവരടുത്ത് ഇനി ഒരാളിന് ചിലപ്പോഴും അവർ പഠിച്ചത് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു മാനസികാവസ്ഥ അവർ കാണില്ല. അവർ പറഞ്ഞു കൊടുക്കും, എല്ലാം സീക്രട്ടായിട്ട് വയ്ക്കും. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഡിഫറൻ്റ് ആയിട്ടായിരിക്കും പഠിച്ചു വെച്ചിരിക്കുന്നത്. ഇതിൽ കുറേ പേര് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു വയ്ക്കും. അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടായിരിക്കും ഇനി വേറൊരു കൂട്ടിലുള്ള ഒരു പറവ വളർത്തുന്ന ആളുകൾ അത് പഠിച്ചു വെച്ചിരിക്കുന്നത്. ഒരു സെക്ഷൻ പേര് ഒരു രീതിക്കായിരിക്കും, ഇനിയൊരു സെക്ഷൻ പേര് വേറൊരു രീതിക്കായിരിക്കും. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത്, ആര് പറവ ഫീൽഡിലോട്ട് വന്നാലും അവരൊക്കെ അത്യാവശ്യം കുറച്ചെങ്കിലും പറക്കുന്ന, ഒരു 4-5 മണിക്കൂറെങ്കിലും പറക്കുന്ന ഒരു പ്രാവിനെയൊക്കെ ആയിരിക്കും കൊണ്ട് അവർ കൂട്ടിലിട്ട് സെറ്റ് ചെയ്ത് അതിൻ്റെ കുട്ടികളെയൊക്കെ എടുത്ത് പറത്തുക, അല്ലെങ്കിൽ പറക്കുന്ന ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന് അതിനെ പറപ്പിക്കുക, അങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പം ഏതെങ്കിലും ജീന്, അതായത് പറവ ലൈന് കറക്റ്റായിട്ട് ഒരു പുതിയതായിട്ട് പറപ്പിക്കാൻ വരുന്ന ആൾക്കാർക്കായാലും 99% പറവ ലൈനിലുള്ള പ്രാവ്, അതായത് ക്രോസ് ആയിരുന്നാലും കിട്ടാറുള്ളത്. കാര്യം ആര് പറവ തുടങ്ങണമെങ്കിലും, പറവയെ വളർത്താനായിട്ട് ആദ്യം തുടങ്ങണമെങ്കിലും ഒരു പറവ വളർത്തുകാരൻ്റെ അടുത്ത് പോയല്ലേ വാങ്ങിക്കുള്ളൂ. അപ്പോൾ എന്തായാലും അതിൻ്റേതായ ഒരു ടച്ച് അതിന് ഉണ്ടാവും.
പിന്നെ ഓരോരോ കാറ്റഗറി ആയിട്ട് മാറിയാണ് ഇത് 20, 18, 20 അതിൻ്റെ മേപ്പോട്ടൊക്കെ വലിയ കൂടിലോട്ട് എത്തുന്നത്. ആദ്യമുള്ള ആൾക്കാർ പോകുന്നത് ചെറിയ കൂടുതലായിരിക്കും. അപ്പോൾ അവരെ വിശ്വസിച്ച് പോകും. പിന്നെ അടുത്ത് അതിനേക്കാളും കുറച്ചുകൂടി മെച്ചമുള്ള ഒരു കൂടിലോട്ട് പോകും. അങ്ങനെ പോയി വേണം എല്ലാവരും വലിയ നിലയിലൊക്കെ പറപ്പിക്കാൻ വേണ്ടി പ്രാവിനെയൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നത്, എല്ലാ പറവ വളർത്തുകാർക്കും ഐസൈനെ കുറിച്ച് അവർ പഠിച്ച രീതിക്ക് അവർക്ക് അറിയായിരിക്കും. ഇപ്പോൾ ഞാൻ എങ്ങനെ പഠിച്ചോ അത് എനിക്കറിയാൻ പറ്റും. പക്ഷേ ഇതിൽ കുറച്ച് ആൾക്കാരുണ്ട് പഴയ സെറ്റപ്പിൽ, അതായത് പ്രാക്കളെ കൊണ്ടുവന്ന് ലോഫ്റ്റിൽ വെച്ച് അതിന് ഒരു മെയിലാണ് ഇപ്പോൾ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ അതിനൊരു നല്ലൊരു മാച്ച് ഒരു ഫീമെയിൽ കൊണ്ടുവച്ച് അതിൻ്റെ ആദ്യത്തെ കുഞ്ഞിനെ എടുത്ത് പറത്തി ആ പറപ്പിച്ചിട്ട് റിസൾട്ട് നോക്കി ഫുള്ളായിട്ട് കണ്ട് അത് ചിലപ്പോൾ വൈരി കൊണ്ടുപോയാൽ അതും കിട്ടൂല. അപ്പോൾ അതിൻ്റെ വളരെ റിസ്ക് എടുത്ത് ഒരു പേരിനെ പറപ്പിച്ചിറക്കി അതിൻ്റെ കുട്ടിയെ വെട്ടി മാറ്റി അടുത്ത് വീണ്ടും അതിന് വേറൊരു ഫീമെയിൽ, അത് ഐസൈനുമായിട്ട് അറിയാമെന്നുള്ളവരാണ്, മാച്ച് ചെയ്ത് അതിൻ്റെയും കുട്ടിയെ പറപ്പിച്ച് നോക്കിയിട്ട് അതിലുള്ള ഡിഫറൻറ്റ് അത് മനസ്സിലാക്കും. ആ ഗ്രെയിംസുകൾ ഏതൊക്കെ വന്നപ്പോൾ എങ്ങനെയാണ്, ഏതൊക്കെ ബോഡി ലാംഗ്വേജിലുള്ള പ്രാവിനെ ഇട്ടപ്പോൾ എങ്ങനെ അതിൻ്റെ കുട്ടികൾ ഇറങ്ങുന്നു, അതിൻ്റെ കുട്ടികളുടെ റിസൾട്ട് എങ്ങനെ മാറുന്നു എന്നുള്ളതൊക്കെ നമ്മൾ നോക്കിയിട്ടാണ് ആ പ്രാവിനെ സെറ്റ് പേറാക്കി മാറ്റൽ. സെറ്റ് പേറാക്കി മാറ്റുമ്പോൾ ഇങ്ങനെ ഏകദേശം 1, 2, 3 ഫീമെയിലൊക്കെ ഇട്ട്, അല്ലെങ്കിൽ മെയിലിനാണെങ്കിൽ ഫീമെയിലാണെങ്കിൽ മെയിൽ മാറ്റി തിരിച്ചിട്ട് കുട്ടികളെയൊക്കെ എടുത്ത് നോക്കിയതിന് ശേഷമാണ് നമ്മളത് കറക്റ്റായിട്ട് ഒരു സെറ്റ് പേറാക്കി മാറ്റുന്നത്. അല്ലാതെ നമ്മൾ നിസ്സാരം ഒരു പ്രാവിനെടുത്ത് ജോഡി ചെയ്തു അതിലൊരു കിട്ടിയ കുട്ടികൾ പറന്നു എന്നിട്ട് അതൊരു സെറ്റ് പേറാക്കാൻ നമുക്ക് പറ്റില്ല. കാരണം ഇതിൻ്റെ വരും തലമുറകൾ നമ്മളിപ്പോൾ ഒരു സെറ്റ് ഇട്ട് അതിൻ്റെ കുട്ടി ഇറക്കി, അപ്പോൾ ആ കുട്ടി ഈ നമ്മളിട്ട സെറ്റാണ് നമുക്ക് കൺഫേം അറിയാം. ഇനി ഒരിടത്ത് കൊണ്ടുവരുന്ന പ്രാവുകൾ അവരിട്ട സെറ്റ് നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു സെറ്റ് ഇട്ടതിന് ശേഷം അതിൻ്റെ ഒരു കുട്ടി ഇറക്കി ആ കുട്ടിയെ വീണ്ടും പറപ്പിച്ചിട്ട് അതിൻ്റെ കുട്ടിയെ വീണ്ടും നമ്മൾ പേർ ചെയ്യിപ്പിച്ച് പറത്തണം. അതായത് ഒരു കുട്ടിയെ അതിനെ പറച്ച് നമുക്ക് അതിൻ്റെ റിസൾട്ട് കറക്റ്റായിട്ട് കിട്ടുമ്പോൾ നമുക്ക് അറിയാനൊക്കും, ഇത് ലൈനേജ് പക്ക ആയിട്ടുണ്ട്, നമുക്ക് വലിയ കുഴപ്പമില്ലാത്തൊരു റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നമ്മൾ പിന്നെ മുമ്പോട്ട് പോകണം. അല്ലാതെ നമ്മൾ ഒരു പ്രാവിനെ ഒരു മെയിൽ കൊണ്ട് നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം ഇനി ഒരാളിന് ആ പ്രാവിൻ്റെ ഫീമെയിൽ ചത്തു പോകുമ്പോൾ ഇതിനെ എടുത്ത് വിൽക്കും, ഇത് നല്ല പറന്ന പ്രാവാണ്, ഇതിൻ്റെ കുട്ടികളൊക്കെ എനിക്ക് അവർ അൺലിമിറ്റഡ് പറപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു 13 മണിക്കൂറിൻ്റെ മേപ്പോട്ട് പറപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുമ്പോൾ അവർ കൊണ്ടുപോയി ഇടുന്ന ഫീമെയിൽ ഇതിന് മാച്ച് ആവില്ല. അപ്പോഴേ പ്രാവുകൾ പറവയിലോട്ട് വരൂല. അപ്പോൾ നമുക്കത് പേര് ദോഷം വരും. ഈ കൊടുത്ത ആളിനെ തന്നെ ഈ കൊണ്ടുപോകണ ഒരു കുറ്റം പറയും. അങ്ങനെ ഈ ജോഡി സെറ്റ് ചെയ്യണതിൽ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കാനുണ്ട്. അത് വരും വീഡിയോയിൽ നമുക്കറിയാമെന്നുള്ള കാര്യം പറയാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസിനെ കുറിച്ച് പറയാനായിട്ടാണ് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. ഈ ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഇതിൽ കാണിച്ചു തരാം. മാക്സിമം എന്നാൽ കഴിയും വിധം ഞാനിതിൽ സൂം ചെയ്ത് വീഡിയോ കാണിച്ചു തരാം. ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാവിൻ്റെ, അതായത് ഒരു പ്രാവിൻ്റെ റൈറ്റിലോട്ട് ക്ലോക്ക് ചുറ്റുന്നതിനെ ക്ലോക്ക് വൈസ് എന്നും റിവേഴ്സ് ചുറ്റുന്നതിനെ ആൻറ്റി ക്ലോക്ക് വൈസ് എന്നും പറയും. അപ്പോൾ അത് 2 തരത്തിലാണ് ഉള്ളത്. ഒന്ന് വൈബ്രേറ്റോട് കൂടിയ ഒരു റൊട്ടേറ്റിംഗ് ഉള്ള പ്രാവുകൾ, അത് കൂടുതൽ കാണാറ് നമ്മളെ കർണപ്രാവ് എന്ന് പറയുന്ന പ്രാക്കല്ലാണ്, ഡൈവിങ് അങ്ങനെയുള്ള പ്രാക്കല്ലാണ് കൂടുതൽ അങ്ങനത്തെ വൈബ്രേറ്റിംഗ് ആണ് വരാറ്. എന്നാൽ പറവപ്രാവിൽ വരൂല എന്നല്ല, അതിലും വരും, ചുരുക്കം പ്രാവുകളിലൊക്കെ അങ്ങനെ കാണലുണ്ട്. അപ്പോൾ ഈ ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോക്ക് വൈസ് വിത്ത് ആൻറ്റി ക്ലോക്ക് വൈസും വരുന്ന പ്രാവുകളും ഉണ്ട്. ക്ലോക്ക് വൈസ് വിത്ത് ആൻറ്റി ക്ലോക്ക് വൈസ് എന്നാൽ ലെഫ്റ്റും റൈറ്റും റൊട്ടേറ്റ് ആവും. എന്നാൽ റൈറ്റ് മാത്രവും റൊട്ടേറ്റ് ആവും, ലെഫ്റ്റും റൊട്ടേറ്റ് ആവും. ഇതിൽ നമ്മൾ ഇങ്ങനെ ഉള്ള പ്രാവുകളെ സെലക്ട് ചെയ്യുമ്പം ഈ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസിൽ ഓരോ വർക്കിൽ അതിൻ്റെ ഓരോ ഫങ്ഷന് എന്തൊക്കെ പ്രത്യേകതകൾ ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് വേണം അങ്ങനെയുള്ള പ്രാവുകളെ മാച്ച് ചെയ്യിപ്പിച്ച് ചെയ്യാനുള്ളത്. ഇനി ഒരു കാര്യം പറയാനുള്ളത്, ക്ലോക്ക് വൈസ് മാത്രം ചില പ്രാവുകൾ ചുറ്റും, ക്ലോക്ക് വൈസ് ചുറ്റിയിട്ട് റിട്ടേൺ ചെയ്തിരിക്കും. ചില പ്രാവുകൾ റിട്ടേൺ ചുറ്റി ഇങ്ങനെ കറങ്ങി വരും. അതായത് ക്ലോക്ക് വൈസ് ചുറ്റും പോലെ റിട്ടേൺ, ഇപ്പോൾ ഇവിടെ നിന്നാണ് തുടങ്ങിയാൽ ഇങ്ങനെ നിൽക്കും. അതല്ല, ഈ ക്ലോക്ക് വൈസ് പോവും, അതേപോലെ റിട്ടേൺ വരും, ഇത്രയും കറക്റ്റായിട്ട് ഇങ്ങനെ വരും. ഇനി ബാക്ക് മാത്രം ആൻറ്റി ക്ലോക്ക് വൈസ് മാത്രവും ചുറ്റും. അപ്പോൾ അങ്ങനെയുള്ള പ്രാവുകളെ പ്രത്യേകതകൾ എന്തെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഇങ്ങനെ ഉള്ള പ്രാവുകൾ ഒരു ബ്രീഡർ വിത്ത് ഫ്ലയറാണ്.
ആ കണ്ണിലും അങ്ങനെയുള്ള ഒരു കണ്ണിലായിരിക്കും ഇങ്ങനെയുള്ള പ്രാവുകൾ 100% ഉണ്ടാവല്. പിന്നെ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് എല്ലാ പ്രാവിലും ഉണ്ടാവില്ല. അതൊരു ഓൾഡ് ലൈനേജ് പ്രാവിൽ നിന്ന് ഇപ്പം ഇങ്ങനെ പിൻപറ്റി കീപ്പ് ചെയ്ത് വരുന്ന, അതിൽ നിന്നും കലഞ്ഞ് മാറുന്ന പ്രാവുകൾക്ക് മാത്രമാണ് ഈ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് വരാറ്. 50 പ്രാവ് എടുത്താൽ ചിലപ്പോൾ 10 പ്രാവിൽ കാണും, ചിലപ്പം ഒരു പ്രാവിൽ ഇല്ലെന്നും വരാം. അതായത് ഞാൻ പറയുന്ന അത്രയ്ക്ക് അത് എല്ലാ പ്രാവിലും ഇല്ല. ഉള്ള പ്രാക്കളും വളരെ കുറവാണ് ഈ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഒക്കെ ചുറ്റുന്ന രീതിക്കുള്ള പ്രാവുകൾ. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഇങ്ങനെ ചുറ്റുന്ന പ്രാവുകൾ ബ്രീഡർ വിത്ത് ഫ്ലയർ ആയിരിക്കും. അതിൻ്റെ കണ്ണിലുള്ള ഗ്രെയിംസുകൾ കറക്റ്റായിട്ട് അതേപോലെ തന്നെ ബ്രീഡർ വിത്ത് ഫ്ലയർ ആയിരിക്കും, ആ ഒരു കണക്കിൽ തന്നെ വരും. ഇനി ക്ലോക്ക് വൈസ് മാത്രം ചുറ്റുന്ന പ്രാവുകളുണ്ട്. അങ്ങനെയുള്ള പ്രാവുകൾ ഹെവി ഫ്ലയർ ആയിരിക്കും. ഒരു അൺലിമിറ്റഡ് 17-18 മണിക്കൂറൊക്കെ പറപ്പിക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ മേപ്പോട്ടൊക്കെ പറപ്പിക്കുന്ന പ്രാവുകൾ ഇതിൽ ക്ലോക്ക് വൈസ് മാത്രം മാക്സിമം ചുറ്റുന്ന പ്രാവുകളായിരിക്കും. അതിൽ ഒരു വൈബ്രേറ്ററായി അങ്ങ് നിൽക്കുകയുള്ളൂ, റിട്ടേൺ ഇറങ്ങി വരില്ല, ഒരു വൈബ്രേറ്ററായി നിൽക്കും. അത് ഫ്ലയറാണ്. എന്നാൽ അതിൽ ബ്രീഡർ വിത്ത് ഫ്ലയർ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അത് റിട്ടേണും വരും. ഇത് എപ്പോഴും ഒരു കാര്യം ആലോചിക്കണം, അല്ലാത്ത പ്രാവുകളും പറക്കാറുണ്ട്. എന്നാൽ ഈ വൈബ്രേറ്റർ വരുന്ന ഈ ആൻറ്റി ക്ലോക്ക് വൈസ് വരുന്ന കണ്ണിലാണ് നമ്മളിതിനെ പറയണത്. അല്ലാത്ത കണ്ണുകളിൽ ഉള്ള പ്രാവുകൾ പറക്കാറുണ്ട്. 100% അങ്ങനെയുള്ള പ്രാവുകളെല്ലാം പറക്കും. പക്ഷെ ഇങ്ങനെ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്കിപ്പോൾ ഇതാണല്ലോ പറയാനുള്ളത്. ഇനി ഇതിൽ ഒരു വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസ് അല്ലാതെ ആൻറ്റി ക്ലോക്ക് വൈസ് ചുറ്റുന്ന പ്രാവുകൾ. അപ്പോൾ അങ്ങനെയുള്ള ആൻറ്റി ക്ലോക്ക് വൈസ് ചുറ്റുന്ന പ്രാവുകൾ സിംഗിൾ പറവായിരിക്കും. പ്രാവ് പറക്കും, സിംഗിൾ പറവായിരിക്കും. തനിപ്പറവ പ്രാവുകളിൽ ഈ ആൻറ്റി ക്ലോക്ക് വൈസ് വരുന്ന പ്രാവുകൾ സിംഗിൾ പറവയായിരിക്കും. പിന്നെ ഇവർക്കൊരു വേറൊരു പ്രശ്നവും കൂടെ ഉണ്ട്. ഈ പ്രാവുകൾ 10 പ്രാവശ്യം നല്ല ഒരു പറവ കാഴ്ചവെച്ചാൽ അത് ഇനിയൊരു പ്രാവശ്യം കറക്റ്റായിട്ട് മാറി എവിടെയെങ്കിലും ഇറങ്ങിയിരിക്കും. അത് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ഈ ആൻറ്റി ക്ലോക്ക് വൈസ് അല്ലാതെ ആൻറ്റി ക്ലോക്ക് വൈസ് മാത്രം വരുന്ന പ്രാവുകൾ കറക്റ്റായിട്ട് 10 പറവ പറന്നാൽ 11ാമത്തെ പറവ, അല്ലെങ്കിൽ ഒരു 5 പറവ പറന്നാൽ 6ാമത്തെ പറവ അവർ കറക്റ്റായിട്ട് ഇറങ്ങുന്ന സ്ഥലം വിട്ട് മാറി ഇറങ്ങിയിരിക്കും. അറിവെന്ന് പറഞ്ഞാൽ മാരകമായിട്ടുള്ള അറിവ് ഇങ്ങനെയുള്ള പ്രാവുകൾക്കെല്ലാം ഉണ്ടാവും, നല്ല രീതിക്കുള്ള അറിവുണ്ടാവും. നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഇനി ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് പ്രാവ് നമ്മളെ കയ്യിലുണ്ട്. ശ്രദ്ധിച്ച് സൂം ചെയ്ത് ലെൻസ് വെച്ച് നോക്കിയാലേ ഇത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. എല്ലാ പ്രാവിനും കിട്ടണമെന്ന് നിർബന്ധമില്ല. അങ്ങനെയുള്ള പ്രാവിന് നമ്മളൊരു ക്ലോക്ക് വൈസ് പ്രാവ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അത് ഫ്ലയർ ആയിരിക്കും. ക്ലോക്ക് വൈസ് എപ്പോഴും ഫ്ലയർ ആയിരിക്കും, നല്ല പറക്കും, നല്ല രീതിക്ക് പെർഫോമൻസ് ചെയ്യുകയും ചെയ്യും. വിന്നറിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ളതാണ് ആൻറ്റി ക്ലോക്ക് വൈസ് ചുറ്റണത്. ക്ലോക്ക് വൈസ് മാത്രമുള്ളത് എപ്പോഴും ഒരു ഫ്ലയർ ആയിരിക്കും. അതിന് ഇനി ഒരു ബ്രീഡറിനെ നമ്മൾ സെറ്റ് ചെയ്ത് തന്നെ കുട്ടികളെ എടുത്താൽ നന്നായിരിക്കും. നല്ല ഒരു പെർഫോമൻസ് ചെയ്യാൻ കഴിവുള്ള കുട്ടികളെ പ്രൊഡ്യൂസ് ചെയ്യാൻ ആ പ്രാവിന് കഴിയും. പിന്നെ ക്ലോക്ക് വൈസ് ടു ആൻറ്റി ക്ലോക്ക് വൈസ് ചുറ്റുന്ന ഒരു പ്രാവനാണെങ്കിൽ നമുക്ക് ഏതൊരു പ്രാവ് സെറ്റ് ചെയ്ത് കൊടുത്താലും, ഫ്ലയർ ആയാലും ബ്രീഡർ സെറ്റ് ചെയ്തിരുന്നാലും അതിന് കറക്റ്റായിട്ടുള്ള കുട്ടികൾ ഇറങ്ങും. എന്നാൽ ആൻറ്റി ക്ലോക്ക് വൈസ് മാത്രം ചുറ്റുന്ന പ്രാവുകൾ എപ്പോഴും സിംഗിൾ പറവയായിരിക്കും. പക്ഷേ അവർ നല്ല പറവയൊക്കെ കാഴ്ചവെക്കും, മാറിച്ചോട്ടാനും സ്വഭാവത്തിൽ ചില വ്യത്യാസങ്ങൾ, അതായത് മാറിച്ചോട്ടുക, അപ്പുറത്ത് പോയിരിക്കുക, 2 പ്രാക്കൾ പറന്നുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഇതൊന്നിന് ആദ്യം താഴെ ഇറങ്ങുക, മറ്റേതിൻ്റെ പറവ ഇല്ലാതാക്കുക, അങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഈ ആൻറ്റി ക്ലോക്ക് വൈസ് മാത്രം ചുറ്റുന്ന പ്രാവുകൾ, അത് അപൂർവമായിട്ടാണ് അങ്ങനെ വരുന്ന പ്രാവുകൾ കാണാറ്. അപ്പോൾ അത് ഒരു സെറ്റിങ്സിൻ്റെ പ്രശ്നം കൊണ്ട് അങ്ങനെ സംഭവിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഉള്ളവർ ഇതൊക്കെ നോക്കി സെറ്റ് ചെയ്യണവർക്ക് കറക്റ്റായിട്ട് അതിനെക്കുറിച്ച് അറിയാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഞാൻ ഈ പറയുന്ന വീഡിയോയിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് അത്യാവശ്യം നിങ്ങളെ കൂട്ടിൽ തന്നെ പോയിട്ട് ഓരോരുത്തരും നോക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് പറന്ന പ്രാവിനൊക്കെ ലെൻസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് അതിൻ്റെ റൊട്ടേഷൻ അതിനകത്ത് ഉണ്ടാവും, കറക്റ്റായിട്ട് ഉണ്ടാവും. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിലും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും പക്ഷേ ആ പ്രാവക്ക് എല്ലാവരുടെ കൂട്ടിലും ഇതുപോലത്തെ ആൻറ്റി ക്ലോക്ക് വൈസ് ഒക്കെ ഉള്ള പ്രാവുകളുണ്ട്. അപ്പോൾ ഇനി ഇതിനെക്കുറിച്ച് ഓരോരുത്തർ ചോദിക്കും, അപ്പോൾ ഇങ്ങനെ ചുറ്റുന്നുണ്ട്, ഇങ്ങനെ ചുറ്റിയാൽ കൊള്ളാമോ, ഇതിനെ ജോഡി ചെയ്യിപ്പിക്കാമോ? അങ്ങനെയൊന്നുമല്ല. ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് കറക്റ്റായിട്ട് നോക്കാൻ കഴിയണം. അത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അത്രയും വളരെ ശ്രദ്ധിച്ച് അത് നമ്മൾ നോട്ട് ചെയ്താലേ അത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ പെട്ടെന്ന് നിസ്സാരമായിട്ട് പിടിച്ച് അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റില്ല. മാക്സിമം അല്ലാതെ അത് നോക്കിയില്ലെങ്കിൽ ഗ്രെയിംസുകൾ നോക്കിയുള്ള സെറ്റിങ്സ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പ്രാവുകൾ പറക്കും. നല്ല ഒരു ഐസൈനിലോട്ടുള്ള പ്രാവുകൾ അറിയാമെന്നുള്ളവരെ കൊണ്ട് നോക്കിച്ച് ഇടുക.
ഐസൈന്. അതുപോലെ പേര് സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾക്ക് അറിയാവുന്ന പോലത്തെ നമ്മൾ പഠിച്ച പോലത്തെ ഒരു കാര്യം നമ്മൾ എന്തായാലും വീഡിയോ ചെയ്യും. വരും വീഡിയോയിൽ ഇതിനെക്കുറിച്ച് കണ്ണിനെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്യാം. അപ്പം നമ്മളെ വീഡിയോ കണ്ട് അതുപോലെ സെറ്റ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത് പോസിറ്റീവ് ആണെങ്കിൽ അത് മുമ്പോട്ട് തുടർന്ന് പോകാം, അല്ലെന്നുണ്ടെങ്കിൽ അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. അങ്ങനെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. കാര്യം എല്ലാവരും നമ്മളെ ഈ വീഡിയോ കാണുന്ന എല്ലാ ഫ്രണ്ട്സും ഇതേപോലെ തന്നെ ചെയ്യണം എന്നല്ല പറയുന്നത്. ആർക്കെങ്കിലും ഒരാളിന് ഉപകാരം വന്നു കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് അല്ലേ. എല്ലാവർക്കും ഇപ്പം കറക്റ്റായിട്ട് എല്ലാ കാര്യവും കേട്ട് അതുപോലെ തന്നെ ക്ലിയർ ആവണമെന്ന് നിർബന്ധമില്ല. ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർ ഇതുപോലെ ഇത് കണ്ട് ചെയ്യും. അപ്പോൾ അവർക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഒരുപാട് പരീക്ഷിച്ച് നോക്കി എല്ലാം പറപ്പിച്ച് എല്ലാം എടുത്തിട്ടാണ് പറപ്പിച്ചിറക്കി കറക്റ്റ് റിസൾട്ട് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമാണ് നമ്മളിതിനെക്കുറിച്ച് ഓരോന്ന് പറയണത്. പഠിച്ച കാര്യങ്ങൾ നമ്മൾ വീണ്ടും അതിന് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയൊക്കെ ചെയ്ത് നോക്കിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ വന്നിരുന്നിട്ട് എനിക്ക് തോന്നണേനെ വിളിച്ച് പറയണതല്ല. അപ്പോൾ അത് മാക്സിമം നമ്മളത് സെർച്ച് ചെയ്ത് എന്താണ് അതിൻ്റെ കാര്യം കൂടുതൽ കുറവെല്ലാം നോക്കും. ഇതിൽ എല്ലാവർക്കും അതിൻ്റെ റിസൾട്ട് ഞാൻ പറയും പോലെ ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് 100% കിട്ടണമെന്നില്ല. ചിലപ്പം പ്രാവിൻ്റെ ഐസൈനും കാര്യങ്ങളൊക്കെ മാറുന്നതിനനുസരിച്ച് അതിന് വ്യത്യാസം വരാം. കാര്യം ഇപ്പോൾ ഞാൻ പറയുന്നത് അല്ലെങ്കിൽ മൊബൈലിലൂടെ കാണിക്കുന്ന ഒരു ഐസൈൻ ആയിരിക്കില്ല നിങ്ങൾ നോക്കുമ്പോൾ കാണുന്നത്. അതിനകത്തുള്ള ഗ്രെയിംസിനും അതിൻ്റെ അകത്തുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ വ്യത്യാസമായിരിക്കും. കാഴ്ചയ്ക്ക് കളറ് ഒരുപോലെ ഇരിക്കും. അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. പ്രാവ് സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് വിഷയങ്ങൾ അതിനെക്കുറിച്ച് നോക്കാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്തി വീഡിയോ ആയിപ്പോയി. കാര്യം ഇനി ഞാൻ ഇത്രയും പറയേണ്ട കാര്യങ്ങളാണ്. ഇനിയാണ് എനിക്ക് ഇതിൻ്റെ കണ്ണിൻ്റെ വീഡിയോ ഇതിലോട്ട് കാണിച്ചു തരാനുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി വലിച്ച് നീട്ടി ഉള്ള സമയമൊന്നും ആക്കുന്നില്ല. അതിൻ്റെ കണ്ണിൻ്റെ ആ റൊട്ടേറ്റിങ്ങിൻ്റെ ഒരു വീഡിയോ 1-2 കണ്ണുകൾ ഞാനിതിൽ കാണിച്ചു തരാം. അപ്പോൾ അത് നമ്മൾ കണ്ടിട്ട് ഇനി പറയാനായിട്ട് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, അത് ഞാൻ കാണിച്ചു തരാം. അത് നോക്കിയതിന് ശേഷം നിങ്ങൾ മാക്സിമം നിങ്ങളെ കൂടുതലിൽ കറക്റ്റായിട്ടുള്ള അതേ കണ്ടീഷനിലുള്ള പ്രാവുകൾ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും ഉള്ള പ്രാവുകളാണെന്നും നിങ്ങൾക്ക് കൺഫേം ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ അതൊരു ബ്രീഡർ വിത്ത് ഫ്ലയർ ആയിരിക്കും. അതിൻ്റെ കുട്ടികൾ നല്ല പറവയും പറക്കും, നല്ല അറിവായിരിക്കും, മെമ്മറി കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, കറക്റ്റായിട്ട് ഇറങ്ങും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അതേസമയം ഒരു ക്ലോക്ക് വൈസ് മാത്രമാണെങ്കിൽ അതൊരു ഫ്ലയറാണ്. ആ ഫ്ലയർ പ്രാവ് അതിനൊരു ബ്രീഡറിനെ നമ്മൾ സെറ്റ് ചെയ്ത് പെയർ ചെയ്യിപ്പിക്കുക. ഇനി ആൻറ്റി ക്ലോക്ക് വൈസ് കറങ്ങുന്ന പ്രാവിനെ ക്ലോക്ക് വൈസ് മാത്രം കറങ്ങുന്നതിന് സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചിലർ ചോദിക്കും. അങ്ങനെ സെറ്റ് ചെയ്യുന്നതുകൊണ്ട് ദോഷമില്ല. പക്ഷേ എങ്കിൽ അതിൽ ഒരു കുട്ടി ഇറങ്ങുമ്പോഴേ എപ്പോഴും ആൻറ്റി ക്ലോക്ക് വൈസിൽ ഇറങ്ങാൻ ചാൻസ് ഉണ്ട് 80%. അപ്പോൾ അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും അത് ആ ഒരു മൈൻഡിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒഴിവാക്കുക. ക്ലോക്ക് വൈസ് ഉള്ള പ്രാവിന് ബ്രീഡർ ലൈനിലുള്ള പ്രാവിനെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അത് എപ്പോഴും ഒരു ഫ്ലയർ ആയിരിക്കും. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് കറക്റ്റായിട്ടുള്ള റിസൾട്ടിലുള്ള കുഞ്ഞുങ്ങൾ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ കാണുന്ന ഐസൈന് ക്ലോക്ക് വൈസോ ആൻറ്റി ക്ലോക്ക് വൈസോ ഒന്നുമില്ലാത്ത നോർമലായിട്ടുള്ള ഒരു ഐസൈനാണ് ഞാൻ ആദ്യം ഈ കാണിക്കുന്നത്. ഇതിൽ അതിൻ്റെ പേർപ്പിളിൽ ഒരു ചുരുങ്ങി വരുന്ന ആ ഒരു ഇതുണ്ട്. അതിനെക്കുറിച്ച് പിന്നെ പറയാം നമുക്ക്. അപ്പോൾ ഇത് നോർമലി ഐസൈനാണ്. ഇതൊരു ഫ്ലയർ ലൈൻ പ്രാവാണ്. അപ്പോൾ ഇത് ലൈറ്റിൻ്റെ ഒരു ഇതുകൊണ്ട് ഒരു കളർ ഒരു വ്യത്യാസമായിട്ട് തോന്നണതാണ്, വേറെ പ്രശ്നമില്ല.
ഇന്നത്തെ വീഡിയോ പറവപ്രാവിൻ്റെ കണ്ണിലെ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യം മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി ഇതുപോലെയുള്ള ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.